ഹലോ, ബാക്ക് ടു ദ ക്ലാസ്. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടുള്ള ചാപ്റ്ററാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെൻറ്റ്, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെൻറ്റ്. അപ്പോൾ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, ഡിഫറെൻറ്റ് മെജോറിറ്റീസ് അതിന് ആവശ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഓരോ അമെൻമെൻറ്റുകളും എന്തിനാണ് നടത്തുന്നത്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു, അല്ലേ? നേച്ചർ ഓഫ് 3 ടൈപ്സ് ഓഫ് അമെൻമെൻറ്റ്സ് പറഞ്ഞു. ഇനി പറയാനുള്ളത് കോൺട്രവേഴ്സ്യൽ അമെൻമെൻറ്റ്സ് ആണ്. കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാദം, അല്ലേ? കോൺട്രവേഴ്ഷ്യൽ എന്നുള്ള വാക്ക് ഇപ്പോൾ വളരെ കോമൺ ആണ്. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. ഇതിലെന്താ പറയുന്നത് നോക്കാം. സം അമെൻമെൻറ്റ്സ് ജനറേറ്റ് എ ലോട്ട് ഓഫ് കോൺട്രവേഴ്സി. The opposition parties during 1971 to 1976 period criticized these amendments, including 38, 39 and 42, as attempts by the ruling party to subvert the constitution. These amendments came during the internal emergency declared in the country. അതായത് ചില അമെൻമെൻറ്റുകൾ, ഭേദഗതികൾ എന്താവും, വളരെ വിവാദമാവും. കാരണം എന്താണ്? വിവാദമാവുന്നത് ഒന്നും ജനങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ആ ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യമായിരിക്കും അതിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ 1971 തൊട്ട് 1976 വരെ എന്തെന്ന് വെച്ചാൽ ചില അമെൻമെൻറ്റുകൾ പാസ്സാക്കി. എക്സാമ്പിളാണ് 38, 39, 42. 42ലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറയുന്നത്. ഓക്കെ, അത് ഓർത്തു വെക്കുക. 42ാമത്തെ അമെൻമെന്റ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വരും. സോ അത് വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. കാരണം ഒപ്പോസിഷൻ പാർട്ടീസ് എന്ത് ചെയ്തു? ഇതിനെ വളരെയധികം വിമർശിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീരീഡ് എന്ന് പറയുന്നത് ഇന്റേണൽ എമർജൻസി ആയിരുന്നു. എമർജൻസി പറഞ്ഞാൽ എന്താണ്? അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അധികാരങ്ങളും സെൻട്രൽ ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു റോളും ഇല്ല. കംപ്ലീറ്റ്ലി ബാൻഡ്. ഇപ്പൊ നമ്മൾ കൊറോണ വന്നപ്പോൾ കണ്ടില്ലേ, എല്ലാം സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനം എടുത്തത്. അതൊരു മെഡിക്കൽ എമർജൻസി ആയിരുന്നു. അതുപോലെ ഇന്റേണൽ എമർജൻസി വേറെയാണ്. ഓക്കെ, അത് പാസ്സായി. അതോടുകൂടി ആ സമയത്ത് കുറേയധികം അമെൻമെന്റുകൾ നടത്തി. 38, 39, 42 ഒക്കെ അതിന് എക്സാമ്പിളാണ്. സോ ഇതിനെ ക്രിട്ടിസൈസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂളിംഗ് പാർട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇതുവഴി കൂടുതലായിട്ട് ഉന്നയിക്കപ്പെട്ടത്. So the 42nd Amendment invited vehement criticism as it affected large sections of the Constitution. They seems to override Supreme Court rulings. Even the duration of Lok Sabha was extended 6 years from the normal 5. The 42nd Amendment restricted the review powers of judiciary. This was a strong opinion that these amendments amounted to rewriting of the original constitution. Many MPs belonging to opposition parties were behind the bars when this amendment was passed. In the background of this political turmoil, election were conducted in 1977 and the Congress was defeated. And the new government cancelled the most of the changes brought about the 39th, 39th and 42nd Amendment. അപ്പോൾ 42ാമത്തെ അമെൻമെന്റ് എന്ത് ചെയ്തു? ഒരുപാട് അധികം ക്രിട്ടിസൈസും നേരിട്ടു. കാരണം എന്ന് വെച്ചാൽ അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട പല മേഖലകളിലുള്ള കാര്യങ്ങളെ ഈ പുതിയൊരു അമെൻമെന്റ് വരുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യും, ഇല്ലെങ്കിൽ എഫക്ട് ചെയ്യുമെന്ന് ഓപ്പോസിഷൻ പാർട്ടീസ് ഒക്കെ പറഞ്ഞു. മാത്രമല്ല ആ ഒരു പീരീഡ് 1977 മുമ്പുള്ള കാലഘട്ടം, 1971 to 1976 വരെയുള്ള പീരീഡിൽ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടി ഏതാണോ അധികാരത്തിലുള്ളത് അവർ എമർജൻസി പ്രഖ്യാപിച്ചതോടുകൂടി ഈ അമെൻമെന്റുകൾ കോടതി പരിശോധിക്കേണ്ട ഒരു സെക്ഷൻ ഉണ്ട്, അല്ലെ? ജുഡീഷ്യൽ റിവ്യൂ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇന്റേണൽ എമർജൻസി ആയതുകൊണ്ട് കോടതിക്കും വലിയ റോളില്ല. ഓക്കെ, അതോടുകൂടി നിയമങ്ങൾ ഓട്ടോമാറ്റിക്കലി പാസ്സായി. മാത്രമല്ല ഒപ്പോസിഷൻ പാർട്ടീസിന്റെ സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പോലും നോക്കാണ്ട് ഇവര് ഏകാധിപതിയെ പോലെ ഭയങ്കര ഓട്ടോണമി രീതിയിൽ അഭിപ്രായങ്ങൾ എടുത്തു. സോ അതോടുകൂടി അത് പാസ്സായി. പിന്നീട് 1977 ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി തോക്കുകയുണ്ടായി. കോൺഗ്രസ് പാർട്ടിയാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത്. മാത്രമല്ല എടുത്തപ്പോൾ എന്ത് ചെയ്തു? ഇവര് പലതരത്തിലുള്ള മാറ്റങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല കാര്യങ്ങളിലും ഇവർ വളരെയധികം ഇടപെട്ടു. ലാസ്റ്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എലക്ഷൻ ലോസ് ചെയ്തു. 1977 എലക്ഷൻ 5 വർഷം കഴിയുമ്പോൾ എലക്ഷൻ ആണല്ലോ, അതിൽ തോറ്റു. അപ്പൊ ഈ ഇന്റേണൽ എമർജൻസിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഒരു ഗവൺമെന്റ് 5 വർഷമാണ് ഭരണം. അപ്പൊ ഈ എമർജൻസി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 1 വർഷം കൂടി കൂടുതൽ കിട്ടും. ഓക്കെ,
അങ്ങനെ 1977 വരെ ഭരിക്കാനുള്ള ഒരു ഇത് കിട്ടി. 1971 to 1976 വരെ ആയിരുന്നല്ലോ, അത് 77 ആയി. പക്ഷെ അത് വീണ്ടും എന്ത് ചെയ്തു, എലക്ഷൻ വഴി അത് പോയി. അങ്ങനെ വീണ്ടും പുതിയൊരു പാർട്ടി ഭരണത്തിൽ വന്നു. അവരെന്ത് ചെയ്തു, ഈ എടുത്ത തീരുമാനങ്ങളൊക്കെ, അമെൻമെന്റുകളൊക്കെ, അതിൻ്റെ തെറ്റായ കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇതാണ് കോൺട്രവേഴ്ഷ്യൽ അമെൻമെന്റ്സിൽ പറയാനുള്ളത്. എസ്പെഷ്യലി പുതിയ ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തത് 38, 39, 42 അമെൻമെന്റിലെ ചില പ്രത്യേക കാര്യങ്ങളായിരുന്നു. ഓക്കെ, ഇനി ബേസിക് സ്ട്രക്ചർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പറയാം. ബേസിക് സ്ട്രക്ചർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. The famous Keshavananda case 1973 paved the way for the evolution of the basic structure of constitution. അപ്പോൾ കേശവാനന്ദ കേസ് വളരെ ഫേമസ് ആണ്. കേശവാനന്ദ കേസ് 1973, 1973 കേശവാനന്ദ കേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആ ഒരു കേസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറിന് തന്നെ ഒരു ഇവല്യൂഷൻ ആയിരുന്നു, മാറ്റം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, while dealing the Keshavananda Bharati case, the Supreme Court gave the following ruling. അപ്പൊ ഈ കേസ് കോടതിയിലെത്തി, കോടതിയിൽ അതിനെക്കുറിച്ച് റൂളിംഗ് ഉണ്ടായി. എന്താ പറഞ്ഞത്? ഇറ്റ് സെറ്റ് സ്പെസിഫിക് ലിമിറ്റ്സ് ടു പാർലമെന്റ്സ് പവർ ടു അമെൻമെന്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നോ അമെൻമെന്റ് ക്യാൻ ബി വയലേറ്റഡ് ബൈ ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ. Second one, Parliament can amend any or all the parts of the Constitution within the limit set. The judiciary is the final authority to decide whether an amendment violates the basic structure or not. ഇനി നമുക്ക് എന്താണ് കേശവാനന്ദ കേസ് 1973 എന്ന് ഒന്ന് പറയാം. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് എന്താന്ന് പറഞ്ഞുതരാം. ആ കേസിന്റെ പേരിങ്ങനെയാണ് അറിയപ്പെടുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ആ കേസ് തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് നടക്കുന്നത് 1973-ലാണ്, 1973-ലാണ് ഈ കേസ് നടക്കുന്നത്. അപ്പോൾ 6 റിട്ട് ഹർജികൾ, റിട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ, ആർട്ടിക്കിൾ 32 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസിൽ വരുന്നതാണ് റിട്ട്, അല്ലെ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോഷറി, പ്രൊഹിബിഷൻ തുടങ്ങി കുറേ റിട്ടുകളുണ്ട്, അല്ലെ? കോവാറണ്ടോ. അപ്പം അതിൽ അങ്ങനെ ഒരു കേസ് ആര് ഫയൽ ചെയ്തു? കേശവാനന്ദ ഭാരതി ഫയൽ ചെയ്തു. കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ ആരാണ്? കാസർഗോഡ് എടനീരുള്ള ഒരു സന്യാസിയാണ്. ഓക്കെ, അദ്ദേഹമാണ് ഈ ഇടക്ക് മരിക്കുകയുണ്ടായത്, സമാധിയായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു നിയമത്തിനെതിരെ വളരെയധികം സുപ്രീം കോർട്ട് വരെ പോയി കോടതി പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു സന്യാസിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കേസ് 13 പേരടങ്ങുന്ന ഒരു ജുഡീഷ്യൽ ജഡ്ജസിന്റെ ഒരു ഗ്രൂപ്പാണ് ഈ കേസ് ഹാൻഡിൽ ചെയ്തത്. അപ്പൊ പൊതുവെ ഒരു കേസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളോ 2 പേരോ, കൂടിപ്പോയ 3 പേരോ 5 പേരൊക്കെ ചേർന്നിട്ടാണ് ഒരു കേസിന്റെ വിധി ഉണ്ടാക്കുന്നത്. ഓക്കെ, കേസ് കേൾക്കാൻ 5 പേരുണ്ടാവും. ഈ കേസിൽ എന്ന് പറയുന്നത് 13 പേരുള്ള ഒരു കോർട്ടായിരുന്നു അത് കേട്ടത്. 13 ജഡ്ജസ് ആയിരുന്നു അതിന് വിധി പറയാൻ വേണ്ടി ഇരുന്നത്. മാത്രമല്ല 66 ദിവസം ആ കേസ് നീണ്ടു നിന്നു. 66 ദിവസം, 1-2 ഒന്നല്ല, 66 ദിവസം ഈ കേസിൽ ഇങ്ങനെ വാദിച്ചോണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ഇനി ആ കേസ് എന്ന് പറയാം. അതിനു മുമ്പ് ഒരു ചരിത്രം കൂടി പറയാണ്ട്, 1967 ഗോലക്നാഥ് കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. ഗോലക്നാഥ് കേസ്, അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ആ പേരൊന്ന് ഓർത്ത് നോക്കുക, ഗോലക്നാഥ് കേസ്. ആ കേസിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഗവൺമെന്റ്, നമ്മുടെ പാർലമെന്റിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊരു കാര്യവും അമെൻമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് കോടതി പറഞ്ഞു. എന്താ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ടും. ഇപ്പോൾ ചിലതൊന്നുമില്ല. കോടതിക്ക് ഇഷ്ടമുള്ള കാര്യം, കോടതിക്കല്ല, ഗവൺമെന്റിന് ഏതെങ്കിലും ഒരു കാര്യം വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ ആഡ് ചെയ്യാനോ റീറൈറ്റ് ചെയ്യാനുള്ള അവകാശം കിട്ടുകയാണ് ആ കേസിന്റെ വിധി പ്രകാരം. ഇപ്പൊ വിചാരിക്കും, നമുക്ക് ഫ്രീഡം ഫോർ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ? നമുക്ക് എന്തും വായിത്തോന്ന് പറയാനുള്ള അവകാശം ഇന്ത്യയുടെ ടെറിട്ടറിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ നിയമം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ അത് അമെൻമെന്റ് ചെയ്തിട്ട് കളയാണെന്ന് വിചാരിച്ചോ, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പറയാനുള്ള അവകാശം ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? കാരണം എന്താണ്, ആ റൂള്, ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എടുത്ത് കളയാണ്. പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. സോ അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ഒരു കേസിൽ അങ്ങനെ ഒരു വിധി ഉണ്ടായി. അപ്പൊ ഈ കേസിനെയും ആര് ക്വസ്റ്റ്യൻ ചെയ്തു? ഈ പറയുന്ന കേശവാനന്ദ ഭാരതി
ആ കേസിനെയും ക്വസ്റ്റ്യൻ ചെയ്തു. മാത്രമല്ല അദ്ദേഹം പ്രധാനമായിട്ട് പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1969 എന്ത് സംഭവിച്ചു? കേരള ലാൻഡ് റിഫോം ആക്ട് പാസ്സായി. കേരള ലാൻഡ് റിഫോം ആക്ട്. ആ ആക്ടിന്റെ മലയാളം എന്ന് പറയുന്നത് ഭൂപരിഷ്കരണ നിയമം. വളരെ ഫേമസ് ആണ് ഭൂപരിഷ്കരണ നിയമം. അതായത് ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും പേരൻസിന് സ്ഥലമുണ്ട് അല്ലെ, കുറെ 1 ഏക്കറോ 2 ഏക്കറോ 10 സെന്റോ സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഈ സ്ഥലത്തിന്റെ ഫുൾ അധികാരം ആർക്കാണ്? ആ ആധാരത്തിൽ പറഞ്ഞ ആൾക്കാർക്കാണ്. ഇപ്പൊ ഫാദറിനാണെങ്കിൽ ഫാദറിനായിരിക്കും ടോട്ടൽ അധികാരം അല്ലെ. അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞാലേ മക്കൾക്ക് പോലും കിട്ടുള്ളൂ. അപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഈ ഭൂപരിഷ്കരണ നിയമപ്രകാരം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ പേരൻസിന് പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി ഗവൺമെന്റിനും കൂടി അധികാരമുണ്ട്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗവൺമെന്റിന് ആ സ്ഥലം റോഡിന്റെ വീതി കൂട്ടാനൊക്കെ ആവശ്യമായിട്ട് വരിക എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളോട് പോലും ചോദിക്കാണ്ട് നമ്മുടെ സ്ഥലം ഗവൺമെന്റിന് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? ഓക്കെ, ഇതാണ് ആ നിയമം. നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഗവൺമെന്റിനും കൂടി അവകാശം. മനസ്സിലായല്ലോ? അപ്പോ അങ്ങനെ ആവുമ്പോ ഈ കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന ഒരു സന്യാസിയാണല്ലോ. അപ്പൊ ആ മഠം, എടനീർ മഠത്തിന് കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലത്തിലും ഗവൺമെന്റിന് അധികാരം കിട്ടുകയാണ് അല്ലെ. ഗവൺമെന്റിന് എപ്പോ വേണമെങ്കിൽ അത് ഏറ്റെടുക്കാം. പക്ഷെ കേശവാനന്ദ ഭാരതിക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അദ്ദേഹം എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 26 എന്താണ്? ആർട്ടിക്കിൾ 25 to 28 എന്താണ്? ഫ്രീഡം ഫോർ റിലീജിയൻ അല്ലേ. റിലീജിയന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്സ് അതുപോലെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്തം ആർക്കാണ്? ആ റിലീജിയനിലെ ആൾക്കാർക്കാണ്, അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർക്കാണ്. ഇപ്പൊ ഒരു പള്ളിക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ആ പള്ളിയുടെ ആൾക്കാർക്കാണ് അതിന്റെ ഫുൾ ഉത്തരവാദിത്തം. ഒരു അമ്പലം ഉണ്ടെങ്കിൽ അമ്പലത്തിന്റെ ഫുൾ ഉത്തരവാദിത്തവും അവിടുത്തെ സമിതിക്കാണ് അല്ലേ. അതുപോലെ കേശവാനന്ദ ഭാരതിക്കാണ് അവിടുത്തെ ആ ഒരു മഠത്തിന്റെ സ്ഥലത്തിന്റെ ഒക്കെ അധികാരം. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം കേരള ഗവൺമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിൾ 26 പ്രകാരം അത് തെറ്റാണ് അല്ലെ. ആർട്ടിക്കിൾ 26 ഒന്നും കൂടെ വായിച്ചു നോക്കുക. അത് പ്രകാരം ഇത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു അധികാരം ഫണ്ടമെന്റൽ റൈറ്റിനെ ഇതാവുകയല്ലേ, ഹേർട്ട് ചെയ്യല്ലേ. അപ്പൊ ജുഡീഷ്യറിക്ക് വേണമെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെ. ജുഡീഷ്യറിക്ക് ഒരു അധികാരമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പ്രകാരം അങ്ങനെ ഒരു അധികാരമുണ്ട്. അങ്ങനെ ഇദ്ദേഹം കോടതി പോയിട്ട് പറയാണ്, ഫണ്ടമെന്റൽ റൈറ്റ്, ഞങ്ങളുടെ റൈറ്റിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഹനിക്കുന്നുണ്ട്. ഞങ്ങളുടെ റൈറ്റിനെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ആസ് എ റിലീജിയസ് ഓർഗനൈസേഷൻ ഞങ്ങൾക്ക് അതിന് അധികാരമുണ്ട് അത് കീപ്പ് ചെയ്യാനുള്ള. അപ്പൊ സ്റ്റേറ്റ് ഓഫ് കേരളയുടെ ഈ ലോ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കോർട്ടിൽ പോയി. അതുപോലെ ഈ ഗോലക്നാഥ് കേസ് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വരെ എന്ത് ചെയ്യാം? ഇത് പാർലമെന്റിൽ അമെൻമെന്റ് ചെയ്യാം, വേണമെങ്കിൽ അത് എടുത്ത് കളയാം. ഇപ്പൊ ഈ റിലീജിയസ് എന്താണ് എസ്റ്റാബ്ലിഷ്മെന്റിനുള്ള അധികാരം അത് ഗവൺമെന്റ് വേണമെങ്കിൽ എടുത്തു കളയാം. മനസ്സിലായല്ലോ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ കേസ് എന്ത് ചെയ്തു? പല അമെൻമെന്റുകൾ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കുറെ അമെൻമെന്റുകൾ നടത്തിയിരുന്നു. 24th അമെൻമെന്റ്, 25th അമെൻമെന്റ്. അതായത് ഗവൺമെന്റ് വേണമെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടീസിനെ പബ്ലിക് പ്രോപ്പർട്ടി ആക്കാം. ഇപ്പൊ നമ്മുടെ വീട് വേണമെങ്കിൽ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയിട്ട് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതാണ് പബ്ലിക് ആക്കുക എന്നുള്ള അർത്ഥം. പ്രൈവറ്റിനെ പബ്ലിക് ആക്കുക എന്നുള്ള. ഇതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. അവസാനം കേശവാനന്ദ ഭാരതി ആ കേസ് ജയിച്ചു. ഇതാണ് കേശവാനന്ദ ഭാരതി കേസ്. ഓക്കെ, ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണെന്നുള്ളത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ കംപ്ലീറ്റ്ലി അമെൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? അതിലെ ചില കാര്യങ്ങൾക്ക് മാത്രം. അതിനൊരു ലിമിറ്റ് വെച്ചു. ഏതൊക്കെ അമെൻമെന്റ് ചെയ്യാന്നുള്ളതിന് ഒരു ലിമിറ്റ് വെച്ചു. അതാണ് കേശവാനന്ദ ഭാരതി കേസിന്റെ ഇമ്പോർട്ടൻസ്. ഇതെന്തായാലും ഓർത്തിരിക്കണം. കാരണം പോരാത്തതിന് കേരളയിൽ നടന്നൊരു സംഭവമാണ്, സ്പെഷ്യലി കാസർഗോഡ് നടന്നതാണ്. മാത്രമല്ല ഈ കേശവാനന്ദ ഭാരതി കേസിന് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഓരോ കുട്ടിക്കും അത്രത്തോളം അറിഞ്ഞിരിക്കേണ്ട ഒരു കേസാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക, പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ കേശവാനന്ദ ഭാരതി കേസ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ വിധി പ്രകാരം കോടതിയുടെ റൂളിംഗ് എന്തായിരുന്നു എന്ന് കേൾക്കാം. 66 ദിവസം നീണ്ടു നിന്ന ആ കേസിന്റെ വിധി എന്താണെന്ന് നമുക്ക് നോക്കാം. 3 കാര്യങ്ങളാണ് അതിൽ നിന്നും പറഞ്ഞത്. 3 വിധിയാണ് ഉണ്ടായത്. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത്, ഇറ്റ് സെറ്റ്സ് a specific limit to Parliament's power to amend the Constitution. No amendment can be violate its basic structure. അതായത് ഒരു സ്പെസിഫിക് ലിമിറ്റ് വെച്ചു. എന്തിന്? പാർലമെന്റിന്റെ പവറിന് എന്ത് ചെയ്യാനുള്ള? അമെൻമെന്റ് ചെയ്യാനുള്ള, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരത്തിന് ഒരു ലിമിറ്റ് ഉണ്ടാക്കി.
ഇത്ര കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അമെൻമെന്റ് ചെയ്യാൻ പാടുള്ളൂ, ഇതിൽ കൂടുതൽ ചെയ്യരുത് എന്നുള്ള ഒരു റൂൾ ഉണ്ടാക്കി. മാത്രമല്ല അതിൻ്റെ കൂടെ പറഞ്ഞു ഏതൊരു അമെൻമെന്റ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ, എന്താണ് ആർട്ടിക്കിൾസ് ഉണ്ട്, ഓരോന്നും ഓരോ സെക്ഷനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും തെറ്റിയിട്ട് ഇതാക്കാൻ പാടില്ല, അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഉള്ള എന്താണോ അതിന്റെ ബേസിക് സ്ട്രക്ചർ അത് അതേപോലെ ഉണ്ടാവണം. ആദ്യത്തെ വിധി അതായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി ഓർ ഓൾ പാർട്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ ദ ലിമിറ്റ് സെറ്റ്. ആദ്യത്തെ തന്നെ കണ്ടിന്യൂഷൻ കാര്യമാണ് പറയുന്നത്. പാർലമെന്റിന് എന്ത് വേണമെങ്കിൽ അമെൻമെന്റ് ചെയ്യാം. എന്തൊക്കെ അമെൻമെന്റ് ചെയ്യാം? ആ ലിമിറ്റിന്റെ അകത്തുള്ളതിൽ വെച്ച് എന്ത് വേണമെങ്കിൽ അമെൻമെന്റ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലിമിറ്റിന്റെ അകത്തുള്ള എല്ലാ പാർട്ടും വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ക്ലിയർ? ഫണ്ടമെന്റൽ റൈറ്റ്സ് തൊട്ടു പോകരുത്, അതാണ് പ്രധാന ലക്ഷ്യം. ഓക്കെ, ദ ജുഡീഷ്യറി ഈസ് ദ ഫൈനൽ അതോറിറ്റി ടു ഡിസൈഡ് വെദർ ആൻ അമെൻമെന്റ് വയലേറ്റ്സ് ദ ബേസിക് സ്ട്രക്ചർ ഓർ നോട്ട്. അതായത് ഇതിന്റെ ഏറ്റവും പരമാധികാരം, ഫൈനൽ അതോറിറ്റി, ഇതിന്റെ അവസാന വാക്ക്, എന്തൊരു അമെൻമെന്റ് വേണമെങ്കിൽ ഉണ്ടാക്കട്ടെ, അത് വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, ഇതിന്റെ ഒക്കെ പൂർണ്ണ മേൽനോട്ടം ആർക്കാണ്? ജുഡീഷ്യറിക്കാണ്. ഇപ്പൊ ഗവൺമെന്റ് എന്ത് വേണമെങ്കിൽ അമെൻമെന്റ് ചെയ്യട്ടെ, ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ജുഡീഷ്യറി ആളുകൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അതൊരു കോൺട്രവേഴ്ഷ്യൽ ആവുന്നുണ്ടെങ്കിൽ, വിവാദം ആവുന്നുണ്ടെങ്കിൽ കോടതി അത് ഏറ്റെടുത്തിട്ട് നോക്കും. ഇപ്പൊ നോക്കൂ, കർഷക ബില്ല് എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അത് അമെൻമെന്റ് ചെയ്തു, അത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്നതാണ്, അവർ അമെൻമെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിപ്പോ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? കോടതിയാണ് ഇപ്പൊ അതിൽ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. അതിനൊരു കമ്മിറ്റി വെക്കും, അതിൽ ഡിസ്കഷൻ നടക്കും, ലാസ്റ്റ് അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ക്ലിയർ? ഇതാണ് കേശവാനന്ദ ഭാരതി കേസിന്റെ ഭാഗമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ നിലനിർത്താൻ വേണ്ടി നടന്ന ഒരു പ്രധാനപ്പെട്ട കേസ്. 1973 ഈ കേസ് നടക്കുന്നത്. ഓക്കെ, ഇത് മറക്കാൻ പാടില്ല. ദ ഫേമസ് ruling by Supreme Court has been worked and the past 35 years. The basic structure of the Constitution has emerged through judicial interpretations. The single ruling proves that the Constitution is a living document. It adds to the notion of balance between rigidity and flexibility. The court said that certain parts cannot be amended, while it is flexible and allowing amendments to all others. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞു അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആണ്, അറ്റ് ദ സെയിം ടൈം ഫ്ലെക്സിബിൾ ആണ്. ഇപ്പം അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആണ്, കാരണം എന്താ? അമെൻമെന്റ് ചെയ്യാനുള്ള ഭാഗം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അവിടെ മാത്രമേ അമെൻമെന്റ് നടത്താൻ പാടുള്ളൂ. അപ്പൊ ബാക്കിയുള്ളത് തൊട്ടുകൂടാന്നുള്ളതുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാം, വളരെ കർക്കശ ബുദ്ധിയുള്ളതാണെന്ന് പറയാം. അതേസമയം ഫ്ലെക്സിബിൾ ആണ്, കാരണം എന്താണ്? ബാക്കി ഭാഗത്ത് എന്ത് വേണമെങ്കിൽ മാറ്റം വരുത്താമല്ലോ അല്ലേ, വേണമെങ്കിൽ കംപ്ലീറ്റ്ലി റീറൈറ്റ് ചെയ്യാന്ന് വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെക്സിബിൾ ആണ്, പുതിയ കാര്യങ്ങൾ ചേർക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, നൗ ഇറ്റ്സ് ഫൈൻ. ഇപ്പൊ ഇതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ലിവിങ് ഡോക്യുമെന്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ദ ലാൻഡ്മാർക്ക് ഓഫ് എ democratic constitution is that continues to work effectively even after several amendments. No doubt our constitution is a living document, responding to the changing situations and political experiences. Society is a living one. Therefore, the constitution that works for welfare of people has to be very much alive and vibrant. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിങ് ഡോക്യുമെന്റ് ആണെന്ന് പറയാനുള്ള കാരണമാണ്. ഓക്കെ, അതെന്താണ് കോടതിയുടെ പല ഇടപെടലൊക്കെ കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച്. അപ്പൊ അതൊരു ലിവിങ് ഡോക്യുമെന്റ് ആണെന്ന് നമുക്ക് അൺഡൗട്ടബിളി പറയാം, ഒരു സംശയം കൂടാതെ നമുക്ക് പറയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിങ് ഡോക്യുമെന്റ് ആണെന്ന്. അപ്പോൾ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കുക. സെക്കുലർ ആണ്, പാർലമെന്ററി ഗവൺമെന്റ് ആണ്, ഫെഡറൽ സിസ്റ്റം ആണ്, ഡെമോക്രസി ആണ്, നമ്മുടെ ഒരു റിപ്പബ്ലിക് ആണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ലോ ഓഫ് റൂൾ ഉണ്ട് അല്ലേ, കോടതിയുണ്ട്, പൊളിറ്റിക്കൽ സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസ് ഉണ്ട്, ഇൻഫാലിബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ. ഇതൊക്കെ കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താവുന്നത്? ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാവുന്നത്.
During the past 55 years, a very critical situation aroused in politics and constitutional development of the country. The most serious question was about supremacy of parliament. The parliament represents the people and therefore it has upper hand over the both executive and the judiciary. But the supremacy of parliament has to operate within the framework and no other organs of government. Okay. അടുത്ത നമുക്ക് കോൺട്രിബ്യൂഷൻ ഓഫ് ജുഡീഷ്യറി പറയാം. ജുഡീഷ്യറിൻ്റെ എന്താണ് കോൺട്രിബ്യൂഷൻ, അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. ജുഡീഷ്യറി ഹാസ് എഫക്റ്റീവ്ലി കോൺട്രിബ്യൂട്ടഡ് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ജുഡീഷ്യറി ഓൾവേസ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ സ്പിരിറ്റ് ഓഫ് എ ലെറ്റർ ഓഫ് എ ഡോക്യുമെന്റ്. The mere text is less important than the social aspirations and circumstances that produced the text. അപ്പോൾ ജുഡീഷ്യറി വളരെ വലിയൊരു റോള് തന്നെ വഹിക്കുന്നുണ്ട് അല്ലേ. കാരണം എന്താണ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര കാലം കഴിഞ്ഞിട്ടും അതേപോലെ അതിലെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ നോക്കുന്നതിൽ കോടതി വലിയൊരു സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാം. നമ്മളെ ജുഡീഷ്യറി സിസ്റ്റം വളരെ വളരെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. During the controversies between judiciary and the parliament, parliament said that if had power to make laws in the interest of the poor, backward and the needy, but the judiciary made it clear that the parliament could do it within the framework provided by the constitution. Pro-people programs should not bypass legal procedures. The judiciary was directing the attention of parliament to the spirit of the constitution and not the letter. During the famous Keshavananda case, the Supreme Court ruling had unconsciously given shape to the basic structure of the Constitution. ഇത് റിപ്പീറ്റ് ചെയ്യാണ്. നേരത്തെ എന്താണ്, കോടതിക്കൊരു തെറ്റുപറ്റി, കോടതി തന്നെ തിരുത്തുകയും ചെയ്തു. മാത്രമല്ല, പാർലമെന്റ് എന്ത് നിയമങ്ങൾ ഉണ്ടാക്കിയാലും അതിന്റെ എന്താണ്, അത് ജനങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? കോടതിയാണ് അല്ലേ. കോടതിയിൽ അതിൽ വാദങ്ങൾ നടക്കും. നമുക്ക് ഇപ്പൊ ഗവൺമെന്റ് എടുക്കുന്ന എന്ത് തീരുമാനത്തിൽ പരാതി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോർട്ടിനെ സമീപിക്കാം. കോർട്ട് അതിനൊരു സൊല്യൂഷൻ എല്ലാ കാലത്തും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോൺട്രവേഴ്സീസ് പാർലമെന്റും ജുഡീഷ്യറിയും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. കാരണം പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ താല്പര്യം ഉണ്ടാവും. കോടതിക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കാന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അല്ലേ. അപ്പം നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ജുഡീഷ്യറിയുടെ ഇതാണ്. അപ്പം എങ്ങനെ നോക്കുമ്പോഴും ഇവര് പരസ്പരം എന്താണ് സഹകരിച്ച് പോകുന്നുണ്ട്. അതിന് വലിയ എക്സാമ്പിളാണ് കേശവാനന്ദ കേസ്. ഓക്കെ. The Indian Constitution thus resolves the several tensions by pointing the spirit of the Constitution. The judiciary came with the conclusion that we must respect the intentions of the framers of the Constitution. The social circumstances and aspirations that produced the law should be taken into serious consideration. Here we have achieved a balance between the spirit and the letter of the Constitution. മെച്യൂരിറ്റി ഓഫ് ദി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ലുക്കിംഗ് അറ്റ് ദ ഡിഫറെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ സോഷ്യോ പൊളിറ്റിക്കൽ സിനേരിയോ ഇൻ കൺട്രി സിൻസ് 1950, we impress the maturity shown by the political parties and political leaders, the government and the members of parliament. Even when powerful politicians resorted to controversies between the parliament and the judiciary, the stand taken by the judiciary was accepted by all. The Constitution provides enough guidelines to specific framework within the people had to be served. As the leaders showed great maturity in their attitudes, the country goes forward sharing a common vision of India: dignity, freedom of the individual, equality and well-being of people, and the unity based on the national integrity. ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പക്വത. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഒരു പക്വതയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം നമുക്കൊരു കോടതി ഉണ്ട് അല്ലെ, ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്, അതേപോലെ നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും വേണമെങ്കിൽ പാർട്ടികൾക്ക് ഇല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ലീഡറിന്, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ എക്സാമ്പിൾ, അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് വലുതെന്ന് പറഞ്ഞ് നിൽക്കാം. പക്ഷേ ജുഡീഷ്യറിയാണ് ഏറ്റവും ലാസ്റ്റ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ജുഡീഷ്യറിയുടെ വാക്ക് ഫൈനലാണെന്ന് കരുതി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതൊരു മെച്യൂരിറ്റി ആണല്ലേ. വേണമെങ്കിൽ കോടതി ഒന്നുമല്ല, കോടതി പോട്ടെ എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യാതെ കോടതിയാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല ജനങ്ങളുടെ നല്ലതാണ് എപ്പോഴും ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് കരുതി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
അതിൽ നമുക്ക് നെഹ്റുവിൻ്റെ റോള്, അതുപോലെയുള്ള പല ലീഡേഴ്സും, പല കാലത്ത് വന്നിട്ടുള്ള പല ലീഡേഴ്സിനെ കുറിച്ചും അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഹൗ ടു അമെൻമെൻറ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ടൈപ്സ് ഓഫ് അമെൻമെൻറ്റ്, പിന്നെ അതുപോലെ ഈ പറയുന്ന ലാസ്റ്റ് പറഞ്ഞ പോലെ റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ ദി ബേസിക് സ്ട്രക്ചർ നിലനിർത്താനുള്ള കോടതിൻ്റെ റോൾ എന്താണ് എന്നുള്ള ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഈ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആണ്. ചെറിയൊരു യൂണിറ്റ് ആയിരുന്നു, പെട്ടെന്ന് തന്നെ തീർന്നു. ഓക്കെ, നന്നായിട്ട് പഠിക്കാം.